ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, കടവൊക്കെ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ വേറൊരു ഇതാണേ വശമാട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിലിങ്ങനെ ഒരു കുളമുണ്ട് അവിടെ അപ്രയാവശത്തായിട്ട്. അതിൽ ഇറങ്ങാൻ പറ്റില്ല, അപ്പടി വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാനോ ഒന്നും പറ്റില്ല, പോകാനും പറ്റില്ല. എന്നാലും ഞാൻ പറയണേ, അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് എല്ലാ പിള്ളേരും ചാടാൻ വരും. ഈ പുഴയിൽ പോകാത്ത ദിവസങ്ങളിൽ അവിടെയാട്ടോ ചാടണേ. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഞാറുനടിയിൽ കൊയ്ത്ത് അങ്ങനെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രകൃതി ഭംഗിയാർന്ന ഒരു സ്ഥലം തന്നെയാണിത്. അതായത് പെരുങ്ങഴാന്ന് പറയുന്നത്. എപ്പോഴും നോക്കിയാലും ഒരു കൂളിങ്ങാണ്, എപ്പോഴും തണുപ്പായിരിക്കും. ഒരു ഫാൻ ഇടണ്ട റോട്ടിക്കിടെയൊക്കെ പോയാൽ, അത്രയ്ക്ക് നല്ല ഇതാണ് ഇവിടെ എന്ന് പറയുന്നത്. പിന്നെ ഇഷ്ടംപോലെ പന്തുകളി പിള്ളേർ, ഇഷ്ടംപോലെ പിള്ളേരും അങ്ങനെ എല്ലാം പന്ത് കളിക്കാനും അങ്ങനെ ഇങ്ങനെയെല്ലാം വരും കേട്ടോ. ഇവിടെ നല്ല രസമാണ്. സായാഹ്നങ്ങളിലൊക്കെ വന്നിരിക്കാനും നടക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. ആർക്കും കണ്ടാൽ ബോറടിക്കില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എപ്പോഴും പച്ചപ്പായിരിക്കും, പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് നമ്മുടെ മറ്റപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണിത്. ഈ രണ്ട് സൈഡും രണ്ട് സൈഡും ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നാൽ മതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾ കൊച്ചിലെ ഈ കുട്ടികളായിരുന്നപ്പോൾ എന്നെ 20 വയസ്സിൽ ഇവിടുന്ന് കല്യാണം കഴിച്ച് അയച്ചു. ആ നാൾ വരെ ഞങ്ങൾക്ക് അമ്പലത്തിൽ ശ്രീകൃഷ്ണനെ കാണണമെങ്കിലൊക്കെ ഞങ്ങൾ അവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമാണ് അവിടെ. നല്ലൊരു പ്രകൃതി സൗന്ദര്യമാർന്നൊരു അമ്പലമാണിത്. പിന്നെ ഈ വീടൊക്കെ നമുക്ക് പരിചയമുള്ള വീടുകളാണ്, എന്നാലും എപ്പോഴും പച്ചപ്പായിരിക്കും ഇവിടെ. ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അപ്പടി ഇത് കണ്ടില്ലേ, ചെളിയും വെള്ളവും ഒക്കെ അങ്ങനെയായിട്ട്. പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്ത് ഈ അമ്മച്ചിയൊക്കെ ഞാറ് നടാൻ, അല്ല എൻ്റെ അമ്മച്ചി സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. കുടുംബ ഫാമിലിയാട്ടോ ഞങ്ങളെ. ഈ സ്ഥലമുണ്ടെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഞാറ് നടാനും കൊയ്യാനും അങ്ങനെയൊക്കെ വരും. അപ്പം ഞങ്ങളും കൂടെ വരും. ഞങ്ങൾക്ക് ഇത് തമാശ കേട്ടോ. ഞാനും കൂടും ഞാറ് നടാനൊക്കെ. പിന്നീടായി കഴിഞ്ഞപ്പോൾ ഞാനും ഞാറ് നടാനും കൂലിക്ക് ഞാറ് നടാനും പറിക്കാനും ഒക്കെ പോകുമായിരുന്നു. അന്നും എനിക്ക് പണിയെടുക്കണതിൽ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ ഒരു ചെറുപ്പത്തിലെ കാര്യമായിട്ടാണ് ഈ പറയണേ. അതായത് ഒരു 20 വയസ്സിന് ഒരു 30 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, അല്ലാതെ ഇന്നും ഇന്നലെ നടന്നു പോയ കാര്യങ്ങളല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കണം എന്നോർത്താണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. ഇത് വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയറൊന്നും അല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഫോൺ അത്ര വലിയ നല്ല ഫോണൊന്നും അല്ല, എന്നാലും ചുമ്മാ എടുക്കാൻ എനിക്കൊരു ടൈം പാസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാനൊന്ന് നേരം പോകാൻ, നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഇറങ്ങി ഇന്ന് വന്നതാണ്. എന്നിട്ട് ഞായറാഴ്ചയാണ്. അപ്പോൾ ചുമ്മാ വന്ന് ഇവിടെ വീഡിയോ എടുത്ത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങ് പോകാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചുമ്മാ ഇറങ്ങി. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഈ മറ്റപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇനിയിപ്പോൾ അമ്പലമൊക്കെ അടച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ കൊയ്യാനും മെതിക്കാനും എൻ്റെ അമ്മച്ചിയുടെ അമ്മ, കൊച്ചച്ഛൻ്റെ ഭാര്യ ഇതെല്ലാം വന്നുകൊണ്ടിരുന്ന ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ബാല്യം ഇവിടെ കഴിഞ്ഞു. അത് രസകരമായൊരു ഓർമ്മയായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ അന്ന് എന്താണെങ്കിലും നമ്മൾ എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചിരിച്ചുല്ലസിച്ചൊക്കെ നടക്കുമ്പോൾ അതെല്ലാം മറന്നൊരു അല്ലേ നമ്മുടെ ബാല്യം. അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ എന്ന് പറയാം.
ഇന്നിപ്പോൾ ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോൾ അവരാരുമില്ല ഇവിടെ. ഈ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ കാരണന്മാരൊക്കെ ഇങ്ങനെ പിന്നെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തു. ഇപ്പം ഞാൻ വന്നാൽ ഒരു മനുഷ്യരും അറിയില്ല. പിന്നെ കുറച്ച് ആൾക്കാർ, എൻ്റെ ഏജിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെയുള്ള ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് എന്നെ കെട്ടിച്ചു വിടുന്നുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അവരെല്ലാം മരിച്ചുപോയി. അങ്ങനെയാണ് എൻ്റെ ബാല്യം ഇവിടെ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഫോൺ മേടിക്കുമ്പോൾ നല്ലതുപോലെ ഇട്ട് തരാം കേട്ടോ. ഇപ്പം ഇതൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. വരുമാനം കുറവായി എനിക്ക്. ഇതേത് കണ്ടോ ഒരു കുളം. ആ കുളത്തിനകത്തൊക്കെ ഞങ്ങൾ ചാടുമായിരുന്നു പണ്ട്. അത് കണ്ടില്ലേ? അവിടെയൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഈ അട്ടയുണ്ട്, വെള്ളത്തിൽ കിടക്കുന്ന അട്ടയില്ലേ, അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ മോട്ടോർ പുരയിലാണ് എല്ലാവരും കൂടുന്നത്. ഈ മോട്ടോർ പുരയിൽ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വന്ന് കളിക്കാൻ വരുന്നതും കൊയ്യാൻ വരുമ്പോൾ കയറിയിരിക്കുന്നതും ഒക്കെ ഈ മോട്ടോർ പുരയിൽ. ഇപ്പം ആ ചേട്ടന്മാരാരും ഇല്ല കേട്ടോ, അവരൊക്കെ മരിച്ചു പോയി. പിന്നെ ഒരു ആൾക്കാരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ നാടിൻ്റെ വിശേഷം. ഇനി മറ്റപ്പള്ളി സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ഒരു ദിവസം വരാം. പിന്നെ ഒരു ദിവസം വന്ന് നമുക്ക് കാവുകളുടെ എല്ലാം വീഡിയോ എടുത്തിടാം. പക്ഷെ ഫേമസ് ആട്ടോ അമ്പലം എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇത് വൈൻഡപ്പ് ചെയ്യുവാണേ.